മര്യാദക്ക് ഇങ്ങോട്ട് വന്നോ അല്ലെ ഞാൻ അങ്ങോട്ട് വരും. എന്തോ പറഞ്ഞേ? ഒപ്പം ഇങ്ങോട്ട് വരും എന്ന് പറഞ്ഞ കാണ്ടു പോവാ. ഇങ്ങോട്ട് വാ. എന്നെ തന്നെ ഈ കാത്തിക്കണ്. എന്ത് പ്രശ്നം? ഇങ്ങോട്ട് വാ. ചെറുപ്പം ദൂരണ്ട ഇങ്ങോട്ട് വാ. എന്ത് പ്രശ്നം എന്താ പറയും? ഇജ് വാങ്ങി തന്നാണ് ഈ ക്ലോസറ്റും ഈ വാഷിംഗ് മെഷീനും. ഇജ് എത്ര കമ്മീഷൻ എടുത്തിക്കണ്? എത്ര ഗഗ്ഗാലും തന്നെ ഇതൊന്നും ചളിയല്ലേ ഇവിടെ. ഇത് പോണില്ല, ഗഗ്ഗി വരച്ചിട്ട് ഒന്നും പോണില്ല. സത്യം പറഞ്ഞത് നല്ല സാധനം തന്നെയാണ്. ഡ്യൂപ്ലിക്കേറ്റ് അടിച്ച് വെച്ചത് ഒരു കമ്മീഷൻ പിടിച്ചില്ലേ? എന്റെ വാഷ് ബേസിനും ഇങ്ങനെ തന്നെ. ആ വളരെ നോക്കി അപ്പുറത്തുണ്ട്. ക്ലോസറ്റും ഇങ്ങനെ തന്നെ. എന്റെ വീട്ടിന്റെ അടിയിൽ ടൈൽസുമിലോ ഇതേപോലെ തന്നെ ഉണ്ട് ടൈൽസും. എടാ പോട്ട, ഇത് ഞങ്ങളെ പ്രശ്നമല്ല. ഞാൻ നാട്ടെ സാധനത്തിൽ നിന്ന് കമ്മീഷൻ അടിച്ചോ ലോക്കൽ സാധനം വാങ്ങിയൊന്നുമല്ല. പിന്നെ ചില വീട്ടിൽ വെച്ച് കണ്ടുകണ ഒരു നീല കളറിൽ വലിയ 2 കുറ്റി വീടിന്റെ ബാക്ക് സൈഡിൽ ചുമരിനോട് ചാരിയിട്ട് ഇങ്ങനെ വെച്ചിക്കണേ കണ്ടുകണ എവിടെയെങ്കിലും കണ്ടുകണ. ആ ഇങ്ങനത്തെ പ്രശ്നം എടുത്ത് വെക്കണ സാധനമാണിത്. ഇത് എന്റെ വെള്ളത്തിന്റെ പ്രശ്നമാണ്. ഒരു ഫിൽറ്റർ വാങ്ങി വെക്ക് പെരിയില്. അതന്നെയാണ് പറഞ്ഞത്. അത് കണ്ണുകൊണ്ട് കാണുമ്പോ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. എന്റെ വെള്ളം നല്ലതല്ലായിട്ടാണ് എത്ര ക്ലീൻ ആക്കിയിട്ടും ക്ലീൻ ആവാത്ത. നല്ലൊരു ഇവിടെ പുറത്ത് ഞാൻ കാണിച്ചു. ഇത് ഇന്റെ പ്രശ്നമല്ല, ഞാൻ എന്നെ പറ്റിച്ചതുമല്ല. അത് ഈ കോയിലിന്റെ പ്രശ്നമാണ്. എന്റെ വീട്ടിൽ മാത്രമല്ല, ഒരുവിധം എല്ലാ വീട്ടിലും ഈ പ്രശ്നമുണ്ട്. കോയിൽ വെള്ളത്തിന് അതിനോട് കോയിൽ വെള്ളമല്ലേ? ആ കോയിൽ വെള്ളത്തിന്റെ പ്രശ്നമാണ്. അതിന് നല്ലൊരു ഫിൽറ്റർ വെക്കണം. ഇന്റെ വീട്ടിൽ എന്റെ ഇപ്പൊ ഇതല്ലേ പ്രശ്നമുള്ളൂ. ഇന്റെ വീട്ടിൽ കുടിക്കാനുള്ള വെള്ളത്തിന് വരെ ഫിൽറ്റർ വെച്ചിക്കാം. അത് നല്ലൊരു ഫിൽറ്റർ വെച്ചാൽ അത് ശരിയാവുള്ളൂ. മറ്റേ നല്ല എന്താ പറയാ, നല്ല കലങ്ങിയ വെള്ളമില്ലേ, നല്ല കാട്ട ചളി വെള്ളം, ആ വെള്ളമൊക്കെ ക്രിസ്റ്റൽ വാട്ടർ ആക്കുന്ന പോലത്തെ ഫിൽറ്ററുകളൊക്കെ ഉണ്ട്. അത് വാങ്ങി വെക്കണം, എന്നാലേ ഇതൊക്കെ മാറുള്ളൂ. ഇപ്പൊ നമ്മളറിയപ്പോ ഇങ്ങനത്തെ പ്രശ്നമാണെന്നുള്ളത്. ഫിൽറ്റർ നല്ല ചീപ്പ് റേറ്റിന് ഓൺലൈനിൽ കാട്ടി വില കുറവിൽ ഫിൽറ്റർ കിട്ടുന്ന ഒരു സ്ഥലം ഉണ്ട് എന്റെ പരിചയത്തിൽ. ആണെന്നുണ്ടെങ്കിൽ നമുക്ക് പോവാം. അത് വേണം, ഇതുകൊണ്ട് നല്ല ബുദ്ധിമുട്ടാണ്. അങ്ങനെയാണെങ്കിൽ പോവാ. പക്ഷേ ഇങ്ങനെ ഈ ഡ്രസ്സിലൊന്നും പോകാൻ പറ്റില്ല. പോയി ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റിയിട്ട് പോവാം. കുളിച്ചാനൊന്നും ഡ്രസ്സ് മാറ്റാനുള്ളൂ. പട്ടാമ്പിയാണ്. ഒന്ന് വേഗം പാടത്തേങ്ക. ഇതാണ് ഷോപ്പ്. അപ്പൊ സുൽപ്പിയെ, ഇതാണ് ആ സാധനം. അതല്ല ഇത് എൻ്റെ വീട്ടിലെ കംപ്ലീറ്റ് വെള്ളത്തിന്റെ പ്രശ്നം സോൾവ് ചെയ്യുന്ന ഒരു ഫിൽറ്റർ. സർഫുക, ഇത് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്താൽ ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ്. വീടുകളിൽ വില കൂടിയ ടൈൽസ്, മാർബിൾ, ഗ്രാനൈറ്റ് ഇതൊക്കെ കേടുവരും. വെള്ളം നല്ലതല്ലെങ്കിൽ കറ പിടിക്കും, മഞ്ഞ കളറാവും. അതുപോലെ തന്നെ ക്ലോസറ്റുകൾ, നല്ല യൂറോപ്യൻ ക്ലോസറ്റ് ആണെങ്കിലും നാടൻ ക്ലോസറ്റ് ആണെങ്കിലും ഇന്ത്യൻ ക്ലോസറ്റ് ആണെങ്കിലും ഒക്കെ എന്ത് ചെയ്യും, വെള്ളം പിന്നെ നല്ലപോലെ അല്ലെങ്കിൽ അതൊക്കെ കറ പിടിച്ച് എത്ര കഴുകിയിട്ടും കാര്യമില്ല. അതുപോലെ പാത്രങ്ങളിൽ വെള്ളപ്പുള്ളി വരും. ഇപ്പോൾ നല്ല ബ്ലാക്ക് വണ്ടികൾ, കളർ വണ്ടികളൊക്കെ കഴുകി കഴിഞ്ഞാൽ വെള്ളപ്പുള്ളികൾ വണ്ടിയുമ്പോൾ ഉണ്ടാവും. അതൊന്നും പോവില്ല. ഒരുപാട് കാലം അത്രയും വെള്ളം ഉപയോഗിച്ച് വണ്ടി കഴുകി കഴിഞ്ഞാൽ വണ്ടിക്ക് ആകെ നാശമാവും. അപ്പോൾ അതുപോലെ തന്നെ പിന്നെ സോപ്പ്, എത്ര തവണ സോപ്പ് ഇട്ടാലും സോപ്പ് പൊടി ഉപയോഗിച്ചാലും ലിക്വിഡ് ഉപയോഗിച്ചാലും ഒന്നും എന്ത് ചെയ്യില്ല, പദം ഉണ്ടാവില്ല. ഇതൊക്കെ വെള്ളത്തിൻ്റെ പ്രശ്നങ്ങളാണ്. മിക്ക ആളുകൾക്കും ഇതിൻ്റെ ഒരു ധാരണ ഇല്ല. അപ്പോൾ എല്ലാ പ്രശ്നങ്ങൾക്കുള്ള സൊല്യൂഷൻ ഈ സാധനത്തിലുണ്ട്. നല്ല ചളി വെള്ളമൊക്കെ നല്ല ക്രിസ്റ്റലാക്കി വെള്ളം നല്ല ക്രിസ്റ്റൽ വെള്ളമാക്കി തരും നമ്മൾ. ആക്കി തരും. അതെ അതെ. ഓക്കെ, 100% ഗ്യാരണ്ടി ഉണ്ട്. ഗ്യാരണ്ടി ഉണ്ട്. ഗ്യാരണ്ടി ഉണ്ട്.